ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ശുക്രകർമ്മയിൽ വരുന്ന 3 നക്ഷത്രങ്ങളാണ് ചിത്ര, തിരുവാതിര, തിരുവോണം. ഈ 3 നക്ഷത്രങ്ങളും റിപ്പീറ്റായി ഒരു കുടുംബത്തിൽ വരികയാണെങ്കിൽ ആ കുടുംബത്തിന് ശുക്രകർമ്മ ദോഷം ഉണ്ടെന്ന് പറയാം. എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത്? ഇത്തരം കുടുംബത്തിൽ പുരുഷ മേധാവിത്വം കൂടുതലായിരിക്കും. വെളിയിൽ നിന്നും വരുന്ന സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഇത്തരം കുടുംബക്കാർ ശ്രദ്ധിക്കേണ്ടത്, വലതുകാൽ വെച്ച് വീട്ടിലേക്ക് കയറി വരുന്ന പെൺകുട്ടിയെ സമാധാനമായി ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ആ കുടുംബത്തിലെ പെൺകുട്ടികളുടെ ജീവിതം സുഗമമാവില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ദോഷം അടുത്ത തലമുറയ്ക്കും കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നതും ഗൗരവമായി ചിന്തിക്കേണ്ട വസ്തുതയാണ്. ഈ 3 നക്ഷത്രങ്ങളിൽ ഒന്നിൽ ഒരു പെൺകുട്ടി ജനിക്കുകയാണെങ്കിൽ അവളുടെ ദാമ്പത്യ ജീവിതം പ്രശ്നമാവുമോ എന്നെങ്ങനെ നോക്കാം. 3-ാം അധിപൻ 1 അല്ലെങ്കിൽ 7-ാം ഭാവവുമായോ ഭാവാധിപനുമായോ ബന്ധം വന്നാൽ അത്തരം ജാതകയ്ക്ക് ദാമ്പത്യ പ്രശ്നം ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി ശുക്രകർമ്മയിൽ വരുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്? ഇത്തരം കുടുംബത്തിൽ ചിത്ര, തിരുവാതിര, തിരുവോണം എന്നീ നക്ഷത്രങ്ങൾ കൂടുതലായും ഉണ്ടാവുന്ന ഒരു കുടുംബമാണെങ്കിൽ യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, കിഡ്നി പ്രോബ്ലം, ജനനേന്ദ്രിയങ്ങൾക്ക് പ്രശ്നം എന്നിവ കണ്ടുവരാറുണ്ട്. ഇനി ശുക്രകർമ്മയിലെ ജോലികൾ ഏതെല്ലാമാണെന്ന് നോക്കാം. പ്രധാനമായും നടനം, മ്യൂസിക് എന്നിവ ശുക്രകർമ്മയിൽ വരുന്ന ജോലികളാണ്. ആക്ടിംഗ്, ബ്യൂട്ടി പാർലർ, സലൂൺ, ബ്യൂട്ടി ഇൻഡസ്ട്രീസ്, ഫാഷൻ ഡിസൈൻ, ഇന്റീരിയർ ഡിസൈനിങ്, ഫാൻസി സ്റ്റോർ, സിനിമ, ക്യാമറ, എഡിറ്റിംഗ്, IT മേഖല എന്നിവയെല്ലാം തന്നെ ശുക്രകർമ്മയ്ക്ക് വളരെ അനുയോജ്യമായ മേഖലകളാണ്. ഇനി ശുക്രകർമ്മയുടെ സൊല്യൂഷൻസ് ഏതെല്ലാമാണെന്ന് നോക്കാം. എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും സ്നേഹം ലഭിക്കുന്നില്ല എന്ന പരാതി ഇത്തരക്കാർക്ക് ഉണ്ടാവുമെന്നുള്ളതാണ്. എപ്പോഴും ഭംഗിയായി ഇരിക്കാൻ ശ്രമിക്കുക. എല്ലാവരെയും ആകർഷിപ്പിക്കുന്ന വ്യക്തിത്വം ഉണ്ടാക്കുക. മറ്റുള്ളവരുടെ ആകർഷണത്തിൽ വീഴാൻ ഒരിക്കലും അവസരം ഉണ്ടാക്കരുത്. എല്ലാവരെയും അകമഴിഞ്ഞ് സ്നേഹിക്കുക. ഡാൻസ്, മ്യൂസിക് പ്രാക്ടീസ് ചെയ്യുക. ഇതുമൂലം മറ്റുള്ളവരെ ആനന്ദിപ്പിക്കുക. സപ്തസ്വരങ്ങൾ, സപ്തചക്രങ്ങളെയും ഹീൽ ചെയ്യും എന്നുള്ളതാണ്. നല്ല വസ്ത്രങ്ങൾ ദാനം ചെയ്യുക. വിവാഹത്തിന് ആഭരണങ്ങൾ വാങ്ങിക്കൊടുക്കുക. പാവപ്പെട്ട കുട്ടികൾക്ക് ഡാൻസ്, മ്യൂസിക്കിന് വേണ്ട ധനസഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളതുമാണ്. ഇനി ആത്മീയ പരിഹാരം എന്താണെന്ന് നോക്കാം. ശുക്രന്റെ ദേവത എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയാണ്. ആഡംബര പ്രിയമാണ് ലക്ഷ്മി ദേവിക്ക്. അപ്പൊ ദേവി ക്ഷേത്രങ്ങൾക്ക് വസ്ത്രങ്ങളും ആഭരണങ്ങളും കൊടുക്കുക, പുഷ്പങ്ങൾ ശേഖരിച്ച് മാലയാക്കി കൊടുക്കുക, സുഗന്ധ വസ്തുക്കൾ സമർപ്പിക്കുക. ഇതെല്ലാം ചെയ്യുമ്പോൾ പാപത്തെ കുറയ്ക്കാനാണ് എന്ന തോന്നൽ എപ്പോഴും ഉണ്ടാവണം. ശുക്രഹോരയും വെള്ളിയാഴ്ചയും ചേർന്നു വരുന്ന സമയം ഇത്തരം സമർപ്പണത്തിന് ഉത്തമമാണ്. നന്ദി, നമസ്കാരം.